കേരളം സാക്ഷ്യം വഹിക്കുന്ന ഏറ്റവും ആവേശകരമായ പോരാട്ടം നടക്കുന്ന വടകര മണ്ഡലത്തിൽ 3 സ്ഥാനാർത്ഥികളും തങ്ങളുടെ റോഡ് ഷോകൾ ആരംഭിച്ചിരിക്കുന്നു. രാവിലെ തന്നെ കൊയിലാണ്ടിയിലും നാദാപുരം, വടകര എന്നിവിടങ്ങളിലായി റോഡ് ഷോ ആരംഭിച്ചിരിക്കുന്നു. വൈകുന്നേരം 3 പേരുടെ റോഡ് ഷോയും തലശ്ശേരിയിൽ സമാപിച്ച് അവിടെയാണ് കൊട്ടിക്കലാശത്തിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, 1.5 മാസം നീണ്ട പ്രചരണ കാലത്ത് ഉടനീളം കേരളത്തിലെ മറ്റു ഒരു മണ്ഡലങ്ങളും സാക്ഷ്യം വഹിക്കാത്ത രീതിയിലുള്ളൊരു പോരാട്ട വീര്യത്തിനാണ് വടകര സാക്ഷ്യം വഹിച്ചത്. എന്തായാലും നമ്മോടൊപ്പം NDA സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണനുണ്ട്. വലിയ ആവേശം നിറഞ്ഞൊരു തെരഞ്ഞെടുപ്പ് കാലമായിരുന്നു വടകരയിൽ ഇത്തവണ. തീർച്ചയായിട്ടും. കാരണം ഒന്ന് ഇലക്ഷൻ മുൻകൂട്ടി പ്രഖ്യാപിച്ചു. ഒത്തിരി സമയം പ്രചരണത്തിന് നമുക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. വലിയ ആവേശത്തിലാണ് വടകരയുള്ളത്. വടകരയിൽ ഇപ്രാവശ്യം അട്ടിമറി വിജയത്തിനാണ് വടകര സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. NDA സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പൂർണ്ണമായിട്ട് അരയും തലയും മുറുക്കി ഇറങ്ങിയിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. ഉറപ്പായും വടകരയിൽ അത്ഭുതങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. എന്താണ് ഈ വലിയൊരു കുതിച്ചാട്ടം വേണം വോട്ടിൽ, അല്ലെ? പെട്ടെന്നുള്ളൊരു കുതിപ്പ് വേണം. അതിനുള്ള ഒരു ഘടകങ്ങൾ എന്താണ്? നോക്കൂ, എപ്പോഴും കുതിപ്പിനു കാരണം അത് ഗ്രാജുവലായ ക്രമാനുഗതമായ വളർച്ചയല്ല. രാഷ്ട്രീയ മാറ്റത്തിന്റെ വേഗത അത് ചടുലമാണ്, ത്വരിതമാണ്. ത്രിപുരയിൽ നമ്മൾ കണ്ടത് അതാണ്. അതേ രാഷ്ട്രീയ മാറ്റത്തിന് വടകരയും സാക്ഷ്യം വഹിക്കാൻ പോകുന്നതാണ്. എല്ലാ ഘടകങ്ങളും ഞങ്ങൾക്ക് അനുകൂലമാണ്. കുറച്ചു ദിവസമായി വടകരയിൽ നടക്കുന്ന ചർച്ച അതിൽ പ്രധാനപ്പെട്ടതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അശ്ലീലം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നോട് പലരും ചോദിച്ചു, ഞങ്ങൾക്ക് ആ സ്പേസ് വേണ്ട, അശ്ലീലം പറയുന്ന സ്പേസിലേക്ക് ഞങ്ങളില്ല. ഇവിടെ ഡെവലപ്മെന്റിനെ പറ്റി പറയുമോ? ഞങ്ങളുണ്ട് ആ സ്പേസിൽ. അതുകൊണ്ട് ഇരു മുന്നണികൾക്കും ഇവിടെ ഡെവലപ്മെന്റിനെ പറ്റി പറയാനില്ല. ഒന്നും ഡെവലപ്മെന്റ് പദ്ധതികൾ ഉയർത്തി കാണിക്കാനില്ല. അതുകൊണ്ടാണ് അവസാന ലാപ്പിൽ ഇത്തരത്തിൽ വ്യക്തിപരമായിട്ടുള്ള അശ്ലീലങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം വടകരയിലെ പ്രബുദ്ധരായ വോട്ടർമാർ കാണുന്നുണ്ട്. വടകരയ്ക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ട് എങ്കിൽ അത് മോദി കൊടുത്തതാണ്. ഞങ്ങളിപ്പോൾ കടന്നു പോകുന്ന ദേശീയപാതയിലെ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണായുധം ഈ ദേശീയപാതയാണ്. ഇതിന്റെ എന്ത് കോൺട്രിബ്യൂഷനാണ് സംസ്ഥാന സർക്കാരിനുള്ളത്? അതുകൊണ്ട് ദേശീയപാത വികസനം, റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണം, 3.5 ലക്ഷത്തോളം കിസാൻ സമ്മാൻ നിധി കിട്ടിയ ആളുകളുണ്ട് ഇവിടെ. 10,000-കണക്കിന് ജലജീവൻ മിഷൻ കണക്ഷനുണ്ട്. കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കളാണ് എല്ലാ ആളുകളും. അത് വലിയ രീതിയിൽ ഞങ്ങൾക്ക് അനുകൂല ഘടകമാണ്. ഇവിടെ ഒരു ക്ഷേമ പെൻഷനുകളും കിട്ടുന്നില്ല. എല്ലാവരും വലിയ അസംതൃപ്തിയിലാണ്. ഇവിടെ സിവിൽ സപ്ലൈകോ ഓഫീസിലെ ജീവനക്കാർക്ക് പോലും ശമ്പളമില്ല. വലിയ പ്രതിസന്ധിയാണ്. അപ്പോ മോദി കൊടുത്തത് മാത്രമേ ഈ വടകരക്കാർക്ക് കിട്ടിയിട്ടുള്ളൂ. വടകര ഒരു ശാപമോക്ഷത്തിന് കാത്തു നിൽക്കുകയാണ്. ഈ 26-ാം തീയതി വടകരയുടെ ശാപമോക്ഷമാണ്. ഇത് വക്കീൽ നോട്ടീസുകളുടെ ഒരു പ്രളയമാണ്. ഒരാൾ അങ്ങോട്ടൊരു നോട്ടീസ് അയക്കും, തിരിച്ച് വേറൊരു നോട്ടീസ് അയക്കും. കേസുകൾ ഇപ്പൊ 10-15 കേസുകൾ ഒരു പക്ഷത്തു നിന്ന് മാത്രം എടുത്തിട്ടുണ്ട്. നോക്കൂ, വടകരയിലെ വോട്ടർമാർ ഇതൊക്കെ കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പോ ഒരു രാഷ്ട്രീയത്തിന് ഒരു സംശുദ്ധതയുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും വ്യക്തി ഹത്യ നടത്തുന്ന രാഷ്ട്രീയം അതെന്തൊരു മര്യാദയാണ്? സ്ത്രീകൾക്കെതിരായിട്ട് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുക, അതൊക്കെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ. CPM-ഉം കോൺഗ്രസും ഇതിൽ മുൻപന്തിയിലാണ്. ആരും മോശക്കാരല്ല. KS ചിത്രക്കെതിരായിട്ട് വ്യക്തിഹത്യ നടത്തിയതിൽ കോൺഗ്രസുകാരുമുണ്ട്, CPM-കാരുമുണ്ട്, മുസ്ലിം ലീഗുകാരുമുണ്ട്, മറ്റു പാർട്ടിക്കാരെല്ലാവരും ഉണ്ട്. നടി ശോഭന BJP-യുടെ പരിപാടിയിൽ പങ്കെടുത്തത് മുതൽ എന്തൊക്കെയാണ് ശോഭനയുടെ പ്രൊഫൈലുകൾ കേൾക്കുന്നത്. അപ്പോ ഇത് ഇരു മുന്നണികളുടെയും സ്വഭാവമാണ്. വ്യക്തിഹത്യ നടത്തുന്ന പാർട്ടി തന്നെയാണ് കോൺഗ്രസും CPM-ഉം. KK രമയെ എത്ര മ്ലേച്ഛമായിട്ടാണ് ഈ വടകരയിൽ അപമാനിച്ചത്. അത് CPM ആയിരുന്നല്ലോ. അപ്പോ ഇത് കൊടുത്തത് കിട്ടുകയാണ്. അതാണ് പറയാനുള്ളത്. കൊടുത്തത് കിട്ടുമെന്ന് പറയില്ലേ? CPM ഒരു കാലത്ത് ചെയ്തത് അവർക്ക് തിരിച്ചു കിട്ടുന്നു. എന്തായാലും ഞങ്ങൾ ഈ വ്യക്തിഹത്യക്കില്ല. ഈ വ്യക്തിഹത്യ രാഷ്ട്രീയം അത് നികൃഷ്ടമായ മ്ലേച്ഛമായ രാഷ്ട്രീയമാണ്. ഞങ്ങൾ സംസാരിക്കുന്നത് വികസനമാണ്. ആ വികസനത്തിനാണ് വടകരയിലെ വോട്ടർമാർ വോട്ട് ചെയ്യുക. അതാണ് ടീച്ചർക്കെതിരെ നടന്നതിനെയും നിങ്ങൾ തള്ളി പറയുക തന്നെ ഒരിക്കലും അംഗീകരിക്കില്ല. അത് ആർക്കെതിരെ, ടീച്ചർ എന്നല്ല ആർക്കെതിരെ നടന്നാലും വ്യക്തിഹത്യ പാടില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അംഗീകരിക്കാൻ പറ്റുന്നതല്ല. പക്ഷെ ടീച്ചർ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, KK രമയെ അപമാനിച്ച സമയത്ത് ടീച്ചർ മിണ്ടിയിട്ടില്ല. KS ചിത്ര അപമാനിച്ച സമയത്ത് ടീച്ചർ മിണ്ടിയിട്ടില്ല. ഇവിടെ ശശികല ടീച്ചർ അപമാനിച്ച സമയത്ത്, ശോഭനയെ അപമാനിച്ച സമയത്ത്, ആ സമയത്തൊന്നും ടീച്ചർ മിണ്ടിയിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഞാൻ ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. സ്ഥാനാർത്ഥിയും UDF ക്യാമ്പൊക്കെ അറിഞ്ഞു തന്നെയാണ് ഇതൊക്കെ നടന്നതെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? നോക്കൂ, ഇതൊക്കെ ഔദ്യോഗികമായ കോൺഗ്രസിന്റെ നേതാക്കന്മാർ അവരുടെ പ്രൊഫൈലുകൾ അതിലൊക്കെയാണ് ഇങ്ങനെ കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ എല്ലാവരുടെയും അറിവോടുകൂടി തന്നെയാണ്, ഇവരുടെയൊക്കെ മൗനാനുവാദത്തോടു കൂടി തന്നെയാണ് എല്ലാം നടക്കുന്നത്. അപ്പൊ ഷാഫിഖിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. എങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റും? ഇതിന്റെ ഉത്തരവാദിത്തം ഇവരുടെയൊക്കെ ഔദ്യോഗിക പേജുകളിൽ നിന്നാണ്.
നിങ്ങൾ നോക്കണം, എന്റെ പ്രൊഫൈലിൽ ഒന്ന് തെറി വിളിക്കുന്നവരിൽ എത്ര കോൺഗ്രസ്സുകാരുണ്ട്. ഞാൻ ഈ കോൺഗ്രസ്സുകാരോട് എന്താ ചെയ്തത്, CPM-മാരോട് എന്താ ചെയ്തത്? എന്നെയും വീട്ടുകാരെയും ഒക്കെ എന്താണ് നികൃഷ്ടമായ രീതിയിൽ സംസാരിക്കാൻ ഞങ്ങളാ കമന്റ് മൈൻഡ് ചെയ്യുന്നില്ല. ഓരോരുത്തരുടെ നിലവാരത്തിനനുസരിച്ചാണ് ഓരോരുത്തർ പ്രതികരിക്കുക. കോൺഗ്രസ്സുകാരുടെയും CPM-കാരുടെയും നിലവാരം അതാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അത്തരം വിഷയങ്ങളിലേക്ക് ഞങ്ങൾ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളിവിടെ ചർച്ചയാക്കാൻ ആഗ്രഹിക്കുന്നത് അശ്ലീലമല്ല. ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് ഇവിടുത്തെ വടകരയുടെ വികസനമാണ്. വടകരയെ സംബന്ധിച്ചിടത്തോളം വടകര തിരഞ്ഞെടുക്കപ്പെട്ടവരാരും ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അനന്ത സാധ്യതകളുള്ള മണ്ഡലമാണ്. ആ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുക, അതിനുവേണ്ടിയാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, വടകര മേഖലയുടെ മുഖച്ഛായ മാറമാകുന്ന എത്ര പദ്ധതികളുണ്ടെന്നറിയോ? ആ പദ്ധതികളെല്ലാം അടച്ചു പൂട്ടി ഫയലിനകത്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ പൂഴിത്തോട് പടിഞ്ഞാറത്തെ റോഡ് ചുരമില്ലാതെ വയനാട്ടിലേക്ക് പോകാൻ പറ്റുന്ന റോഡാണ്. നിലങ്ങാട് മാനന്തവാടി റോഡ് ചുരമില്ലാതെ പോകാൻ പറ്റും. ഇത്രയും വലിയ പദ്ധതികൾ വടകരയുടെ മുഖച്ഛായ മാറും മലയോര മേഖലയുടെ എന്തുകൊണ്ടാണ് നടപ്പിലാക്കാത്തത്? ഞങ്ങൾ ഈ വോട്ടർമാർക്ക് കൊടുത്ത ഉറപ്പ്, ഞങ്ങൾ ഈ റോഡുകൾ യാഥാർത്ഥ്യമാക്കും. ഇവിടെ മിനി ഗോവ ഉൾപ്പെടെയുള്ള തീരദേശത്തിന്റെ വികസനം, ടൂറിസ്റ്റ് പദ്ധതികൾ, ഈ ടൂറിസം പ്രൊജക്ടുകൾ, ഈ ബീച്ചുകളെല്ലാം ഉൾപ്പെടുത്തി അകലാപ്പുഴയും അതുപോലെ മോന്താൽ പുഴയും എല്ലാം ഉൾപ്പെടുത്തി ഒരു ടൂറിസം പ്രൊജക്ട് ഉണ്ടാക്കിയാൽ ലോകത്തെ ടൂറിസ്റ്റുകൾ വടകരയിലേക്ക് ഒഴുകിയെത്തും. അപ്പോൾ അനന്ത സാധ്യതകളുണ്ട്. വടകരയുടെ അനന്ത സാധ്യതകൾ അത് നിറവേറ്റിൽ അനന്ത സാധ്യത വടകരയെ വികസിപ്പിക്കുക, വടകരയുടെ വികസനം മാത്രമാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. വടകരയുടെ വികസനത്തിന്റെ അനന്ത സാധ്യതകൾ അത് മാത്രം ലക്ഷ്യമാക്കിയാണ് NDA തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. വലിയൊരു കുതിപ്പ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ NDA കരസ്ഥമാക്കും. അശ്ലീല പരാമർശങ്ങളും അശ്ലീല പ്രശ്നങ്ങളിലും തങ്ങൾ കക്ഷി ചേരുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു.